62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളന വേദിയിലേക്ക് ജനം ഒഴുകിയെത്തിയത് മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കാണാനാണ്. ആരവവും ആർപ്പുവിളികളുമായാണ് മമ്മൂക്കയെ കൊല്ലംകാർ വരവേറ്റത്. ആശ്രാമം മൈതാനമാകെ ജനനിബിഡം, ഹർഷാരവങ്ങളും ആർപ്പോ വിളികളും. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദിയിൽ ആരാധകരും കാണികളും കാത്തിരുന്ന നിമിഷം. മലയാളത്തിന്റെ പ്രിയ നടനെ കാണാൻ കൊല്ലം ആവേശത്തിലായി. ആരാധകരെ അഭിവാദ്യം ചെയ്ത മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി വേദിയിലേക്ക്. കലോത്സവത്തിൽ വിജയവും തോൽവിയും ഉണ്ടാകുമെന്നും എന്നാൽ യഥാർത്ഥത്തിൽ വിജയം കലയുടേതാണെന്നും മമ്മൂക്കയുടെ മറുപടി. സ്വർണ്ണക്കിരീടം ലഭിച്ചത് കണ്ണൂർ സ്ക്വാഡിനെന്നും മമ്മൂക്കയുടെ മാസ് ഡയലോഗ്. അവതരിപ്പിക്കുന്ന കലാപ്രകടനം അതൊരു പ്രകടനം മാത്രമാണ്. ആ ഒരു പ്രകടനത്തിൽ നമ്മുടെ ജയാപജയങ്ങൾ മറ്റുള്ളവരൊപ്പം എത്താൻ സാധിച്ചില്ല എങ്കിൽ കൂടി നമ്മുടെ കലാപരമായ കഴിവുകൾക്കൊരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മളത് കാലാകാലങ്ങളായി ഞാൻ പറഞ്ഞതുപോലെ തേച്ചു മിനുക്കി വളർത്തി മിനുക്കിയെടുത്ത് നമ്മൾ വീണ്ടും വലിയ വലിയ കലാകാരന്മാർ തീരുകയുള്ളൂ. അത് മത്സരത്തിൽ വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും കലാലോകത്ത് അവസരങ്ങൾ ഒരുപോലെയാണ്. കൊല്ലംകാർക്കല്ല ഇവിടെ സമ്മാനം കിട്ടിയിരിക്കുന്നത്, കണ്ണൂറുകാർക്കാണ്, കണ്ണൂർ സ്ക്വാഡിനാണ്. വിവേചനങ്ങളില്ലാത്ത കലയുടെ സമ്മേളനമാണ് കലോത്സവമെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു. ഇവിടുത്തെ കലാരൂപങ്ങൾ ഏറ്റവും വലിയ മാതൃകകളാണ് നമുക്ക്. ഇവിടെ ക്ഷേത്രകലകളുണ്ട്, മാപ്പിളപ്പാട്ട് മത്സരമുണ്ട്, കൈകൊട്ട് മത്സരമുണ്ട്. അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കേരളത്തിലുള്ള എല്ലാ തരത്തിലുള്ള മത്സരങ്ങളും ഒരു വിവേചനവുമില്ലാതെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒട്ടും വിവേചനമില്ലാത്തൊരു കൂടിച്ചേരൽ, ഒരു സമ്മേളനം, ഒരു കലകളുടെ സമ്മേളനം ഇതുപോലെയുള്ള യൂത്ത് ഫെസ്റ്റിവലുകൾ തന്നെ ആയിരിക്കണം. നമ്മൾ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മനസ്സിലേക്ക് അനാവശ്യമായ ചിന്തകളില്ലാതെ, ഒരു വിവേചനങ്ങളോ വേർതിരിവുകളോ ഇല്ലാതെ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആരാണ്, കൂടെയുള്ളവർ ആരാണ്, നമ്മുടെ സുഹൃത്താണ്, നമ്മുടെ സഹപാഠിയാണ്, നമ്മുടെ കൂടെ പരിപാടി നടത്തുന്ന നമ്മുടെ ഒരു കൂട്ടുകാരനാണ് അല്ലെങ്കിൽ കൂട്ടുകാരിയാണെന്നുള്ള ബോധത്തിൽ തന്നെയാണ് നിങ്ങളുടെ ഈ പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ കൂട്ടായ ശ്രമത്തിൽ നമ്മൾക്ക് വിജയങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത്. കൊല്ലത്തെത്തുന്ന മമ്മൂക്ക ഏത് ലുക്കിൽ വരുമെന്ന ആരാധകരുടെ ആകാംക്ഷ നിറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും മമ്മൂക്കയ്ക്കുണ്ടായിരുന്നു. ആരാധകർ പ്രതീക്ഷിച്ച വെള്ളമുണ്ടും ഷർട്ടുമിട്ട് ചുള്ളൻ ലുക്കിലെത്തിയ മമ്മൂട്ടി ആരാധകരെയും ഞെട്ടിച്ചു. ഞാൻ വരാമെന്നുള്ള കാര്യം തീരുമാനിച്ചപ്പോഴാണ് ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണുന്നത്. മമ്മൂട്ടി എന്തുടുപ്പിട്ടിട്ടായിരിക്കും ഈ പരിപാടിക്ക് വരിക. അപ്പം ഞാൻ ഏതായാലും അതിനു മുമ്പ് ഒരു നല്ല പാൻറ്റും ഒക്കെ വെച്ച് അത്യാവശ്യം ഈ യുവാവാകണമല്ലോ, നേരെ ഒരു പുതിയ പാൻറ്റൊക്കെ തയ്പ്പിച്ച് ഒരു ഷർട്ടും വേണമെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് വരെ വെക്കാം എന്നുള്ള ധാരണയിൽ എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ അവരൊക്കെ പറയുന്നത്, അവർ പ്രതീക്ഷിക്കുന്നത് ഒരു മുണ്ടും വെള്ള ഷർട്ടും ഇട്ടാണ് എന്നെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ രാവിലെ ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ ഒരു വെള്ള ഷർട്ട് കൂടെ ചേർത്ത് വെച്ചു, ഒരു മുണ്ടും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കൊത്ത് അണിഞ്ഞൊരുങ്ങാൻ മാത്രമേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. കലോത്സവത്തെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച കൊല്ലംകാരെയും അഭിനന്ദിച്ച ശേഷം വിജയികൾക്കുള്ള ഉപഹാരവും നൽകിയാണ് മമ്മൂട്ടി കലോത്സവ വേദിയിൽ നിന്നും മടങ്ങിയത്. കൈരളി ന്യൂസ്, കൊല്ലം.